നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതി സച്ചിയൊക്കെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ 2-3 ദിവസം കൂടെ കഴിഞ്ഞു പോവാണ്. ഒരു ദിവസം രവീന്ദ്രന്റെ കൂട്ടുകാരൻ അശോകന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ബാ അശോക, കുറെ ദിവസമായല്ലോ നിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രേവതി ചായയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആ സമയം അശോകൻ ഭയങ്കര കരച്ചിലായിരുന്നു. അശോകന്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കും രവീന്ദ്രനും ഒന്നും കാര്യം മനസ്സിലായില്ല. അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി വന്നിട്ട് അശോകനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്താ അങ്കിളെ, അങ്കിൾ എന്തിനാ കരയണേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ല കാര്യം എന്താ, എന്തിനാ അശോകേട്ട കരയണേ? അപ്പോഴാണ് അശോകൻ ആ കാര്യം പറയണേ. അതെ, എന്റെ 2ാമത്തെ മോളുണ്ടല്ലോ, എന്റെ 2ാമത്തെ മോള് പോയെന്ന് പറഞ്ഞു. ആദ്യം ഇവര് വിചാരിച്ചുകൊണ്ടിരുന്നേ അശോകന്റെ ഭാര്യ ബിന്ദുവിന് എന്തോ ഒരു അസുഖം ഉണ്ടായി, ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് മറ്റൊക്കെ ഉണ്ടായതാണല്ലോ, അപ്പൊ അതുപോലെ എന്തേലും ഉണ്ടായിട്ട് എന്തേലും പ്രശ്നമായിട്ടാണോ എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അശോകന്റെ 2ാമത്തെ മോള് ഏതോ ഒരുത്തന്റെ കൂടെ സ്നേഹിച്ച് ഒളിച്ചോടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷമത്തിലാണ് അശോകൻ വന്നിരുന്ന് കരയണേ. അപ്പോഴേക്കും സച്ചിൻ രേവതിയൊക്കെ ചോദിച്ചു, ആരുടെ കൂടെ അങ്കിളെ പോയത്? അതൊന്നും അറിയില്ല, ഒരു കത്ത് എഴുതി വെച്ചിട്ടാ പോയെന്ന് പറഞ്ഞു. അങ്ങനെ കത്ത് വായിച്ചു നോക്കുവാണ് സച്ചി. കത്തിനകത്ത് വേറൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഞാൻ പോന്നു, അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. അത് കേട്ടപ്പോ രേവതി ചോദിച്ചു, അല്ലെങ്കിലേ അങ്കിളിന് ഈ കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ലേ? അത് പിന്നെ ബിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഒരാളെ ഇഷ്ടമാന്നുള്ള കാര്യം. പക്ഷെ ബിന്ദു എതിർത്തോണ്ടാന്ന് തോന്നേ അവൾ അങ്ങനെ ഇറങ്ങിപ്പോയത്. എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. സച്ചി പറഞ്ഞു, അല്ല അതിന് ആ പെങ്കൊച്ച് ആരോടും അങ്ങനെ സംസാരിക്കില്ല, അടങ്ങി ഒതുങ്ങി നിൽക്കുന്നൊരു സ്വഭാവമായിരുന്നല്ലോ. ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെയുള്ളവരെ വേണം സൂക്ഷിക്കാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചന്ദ്രേ? എന്തേലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്നാമത്തെ കാര്യം അശോകൻ നല്ല ടെൻഷനിലാണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ കുറ്റപ്പെടുത്തുമ്പോ ആർക്കാളും സഹിക്കില്ലല്ലോ. ഒടുവില് സച്ചി പറഞ്ഞു, അങ്കിള് വിഷമിക്കണ്ട, നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം. അങ്കിള് സമാധാനമായിട്ടിരിക്കുക. എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാനാന്ന് പറ, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മോള് അവൾ എവിടെയാ എന്താ ഏതാന്നൊന്നും അറിയത്തില്ല, ആരോടൊപ്പം പോയെന്ന് പോലും അറിയത്തില്ല. അല്ല അപ്പൊ അങ്കിളിന്റെ ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നോ, ആരുടെ കൂടെയാന്ന്? അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല സച്ചി. അങ്ങനെ എന്തേലും അറിയുമായിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നോ? അങ്കിളൊരു കാര്യം വിഷമിക്കാതിരിക്കുക. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. മോളെവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. എത്രയും പെട്ടെന്ന് എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പുറത്തിറങ്ങിയ നാണക്കേടാ. അതിനേക്കാൾ ഉപരി അവൾ ആരോടൊപ്പം പോയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്നത്തെ കാലമല്ലേ, കാലമില്ല കാലമാണ്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോന്ന് പോലും അറിയില്ല. ഒരച്ഛന്റെ വേദന അത് സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രേവതി പറഞ്ഞു, അങ്കിളെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അല്ല അങ്കിളുടെ മോള് ഏതോ മെഡിക്കൽ സ്റ്റോറിലല്ലേ നിന്നോണ്ടിരുന്നേ? അതെ. പിന്നീട് സച്ചിൻ രേവതിങ്ങളുടെ അഡ്രസ്സൊക്കെ വാങ്ങി അവരങ്ങോട്ട് പോകുമ്പോഴത്തേനും അശോകനോട് രവീന്ദ്രൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. മോളെ കുറിച്ച് അന്വേഷിച്ചിട്ട് അവര് തിരികെ വരും, മോൾക്കൊരാപത്ത് സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവര് അശോകൻ പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അതെ ചോദിക്കുന്നതിന് സത്യം പറയണം. സത്യമോ? നിങ്ങളെന്താ സാറേ ഇവിടെ വന്നിട്ട്? ഇത് മെഡിക്കൽ ഷോപ്പാണ് എന്ന് പറഞ്ഞു. അതൊക്കെ മനസ്സിലായി, മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇവിടെ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നൊരു പെൺകുട്ടിയില്ലേ, അവളെന്തിയെ എവിടെ പോയെന്ന് ചോദിച്ചു. അല്ല അവള് വന്നിട്ടില്ല, അതിന് കാരണം എന്താന്നാ ചോദിച്ചേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, മര്യാദയ്ക്ക് സത്യം പറയണം നല്ലത്. രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടൻ അങ്ങോട്ട് നിൽക്കുക, സച്ചേട്ടൻ സാറങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സാറോ? അല്ല നിങ്ങളൊക്കെ ആരാ? അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞങ്ങള് പോലീസിന്നാ, അറിയാലോ. അല്ല ആ സാറിനെ കണ്ട് പോലീസാന്ന് തോന്നില്ലോ? അതെ, ഞങ്ങള് സ്പെഷ്യലായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്, വേഷം മാറി വന്നിരിക്കുന്നത്. CBI ഉദ്യോഗസ്ഥര ഞങ്ങൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ പെങ്കൊച്ചൊന്ന് പേടിച്ചു പോയി. സത്യം പറ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പെങ്കൊച്ച് അവൾ ആരുടെയോ ഒപ്പം ഒളിച്ചോടി എന്നൊക്കെ പറയുന്ന കേട്ടു. മിസ്സിംഗ് ആണ് കേസ്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന അവൾ ആരോടൊപ്പം പോയത് എന്താ എങ്ങനെയാന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരിക്കും. നിങ്ങൾ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നല്ലേ? അയ്യോ എനിക്ക് സത്യമായിട്ട് അറിയില്ല മാഡം, സത്യം പറഞ്ഞോണം. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളും കൂടെ കൂടിയിട്ടല്ലേ ഒത്താശ ചെയ്ത് കൊടുത്ത് ഒളിച്ചോടാനായിട്ട്? അങ്ങനെയൊന്നുമില്ല, അവളൊരു ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുമായിട്ട് ഇഷ്ടത്തിലാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ആരുമായിട്ട് അങ്ങനെ പേര് പറയണ. അല്ല അവരിപ്പോ എവിടെയുണ്ടെന്ന് അറിയാവോ?
അത് പിന്നെ സത്യം പറയണ നല്ലത്. ഒടുവിൽ ആ ചെറുക്കൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അവിടെയുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞോ? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. രണ്ട് വീട്ടുകാർ സമ്മതിക്കാതെ കല്യാണം നടക്കില്ല എന്നാ പറയണേ. അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല, വീട്ടുകാർ സമ്മതിച്ചാൽ മാത്രം കല്യാണം കഴിക്കുള്ളൂ. ഒടുവില് സച്ചിൻ രേവതി എന്ത് ചെയ്തു? അവിടുന്ന് പോവുകയാണ്. അവർക്കറിയാം കല്യാണം ഒന്നും നടന്നിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ എവിടെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ സമയം ബീരാൻ തന്റെ പെങ്ങളുടെ വീട്ടിലായിരുന്നു. പെങ്ങളാണ് കരച്ചിലോട് കരച്ചില്. ബീരാൻ പറഞ്ഞു, അതെ, മക്കളോട് കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ മനസ്സിലാക്കണം. എന്നാലും അവൻ ഈ ചതി ചെയ്യുന്ന പ്രതീക്ഷയില്ല. അപ്പം ബീരാന്റെ പെങ്ങടെ മകനാണ് ഈ പറയുന്ന അശോകന്റെ മോളെയും കടത്തിക്കൊണ്ട് പോയിരിക്കുന്നേ. അപ്പൊ പെങ്ങള് ഭയങ്കര കരച്ചില്ല. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അല്ല, അവൻ നിന്നോട് ഇത് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു, ഞാൻ പക്ഷെ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എടി, ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ താല്പര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്. വാശി പിടിച്ചിട്ട് എന്തായി? ഒടുവിൽ അവൻ ഇറങ്ങിപ്പോയില്ലേ എല്ലാരും വേണ്ടെന്ന് വെച്ചിട്ട്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒടുവില് വീരാൻ പറഞ്ഞു, വിഷമിക്കണ്ട, നോക്കട്ടെ ഏത് പെങ്കൊച്ചിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, എവിടെയാ എങ്ങനെയാന്നൊക്കെ അറിയാലോ, അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ അവരുണ്ടെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? പിന്നീട് ആ ചെക്കന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സച്ചിൻ രേവതിയും കൂടെ. ചെക്കന്റെ വീട്ടിൽ ചെന്നു. ആ സമയത്ത് ബീരാൻ അവിടെ ഇല്ലായിരുന്നു. ബീരാൻ നേരെ അശോകന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അഡ്രസ്സൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് അശോകനുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയം സച്ചിൻ രേവതിയും കൂടെ ചെക്കന്റെ വീട്ടിൽ അവരോട് സംസാരിച്ചു. അതെ, ഇനി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് തമ്മിൽ ഇഷ്ടമാണ്. അവരങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതല്ല നല്ലത്. ആദ്യമാണെങ്കിൽ ചെക്കൻ്റെ അമ്മ എതിർത്തു. എന്നാലും അവൻ എന്നോട് ചതി ചെയ്യണ്ടായിരുന്നു. അത് നിങ്ങളങ്ങനെ പരസ്പരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുക്കുക നല്ലത്. എത്ര കാലം വേണം കാത്തിരിക്കാനായിട്ട് അവര് തയ്യാറാന്നാ പറയണേ. അപ്പൊ പിന്നെ നിങ്ങൾ ഇനി എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അവർക്ക് സമ്മതമാണെന്ന് അവരറിയിക്കുകയാണ്. പിന്നീടാണ് സച്ചിൻ രേവതിയും കൂടെ നേരെ അശോകന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും അശോകനാണെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മോളെ നിനക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയെന്നൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സച്ചിൻ രേവതിയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ എവിടെയുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വിഷമിക്കൊന്നും വേണ്ട. ചെക്കൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് സംസാരിച്ചു. അവർക്ക് സമ്മതക്കുറവൊന്നുമില്ല. അശോകേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാം. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി പിന്നെ കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ അശോകൻ പറഞ്ഞു, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, എൻ്റെ മോളും ഇങ്ങോട്ട് വന്നാൽ മതി, കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് വീട്ടിൽ സമ്മതമായിരുന്നു. ഒടുവിൽ സച്ചിൻ രേവതിയും പോയി അശോകന്റെ മോളെ കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ആദ്യമൊക്കെ കുറെ സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഒടുവിൽ അശോകൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ മോളെ, നിങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ബീരാനും ഉണ്ടല്ലോ, ബീരാന്റെ പെങ്ങളുടെ മോനാണല്ലോ അശോകന്റെ മോളെ കിട്ടാൻ പോകുന്നത്. പക്ഷേ എങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന സമയത്തൊന്നും ഈ സച്ചിയോ രേവതിയോ ശ്രുതി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ബീരാന്റെ പെങ്ങളുടെ മോളാന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല, പെങ്ങളുടെ മോനാന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒടുവിൽ കല്യാണത്തിന്റെ ദിവസം എത്തി. അപ്പൊ കല്യാണത്തിനൊക്കെ എല്ലാത്തിനും ഓടി നടക്കാനായിട്ട് രവീന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. കാരണം രവീന്ദ്രന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അശോകന്. അവ കല്യാണത്തിന് നേരത്തെ ചെന്നേക്കണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സച്ചിൻ രേവതി അവരാണല്ലോ എല്ലാത്തിനും മുൻകൈ എടുത്തേ. അവർ കാരണമാണ് ഈ പ്രശ്നം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നന്നായിട്ട് സോൾവ് ആയത് പോലും. കല്യാണ ദിവസം എല്ലാവരും നേരത്തെ റെഡിയായി തന്നെ അശോകന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പെണ്ണിനെയൊക്കെ ഒരുക്കി എല്ലാവരും കൂടെ മണ്ഡപത്തിലേക്ക് പോവാണ്. മണ്ഡപത്തിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബീരാനും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നേ. അവരും വന്നു. അപ്പം കെട്ടിന് മുമ്പ് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. ബീരാൻ അങ്ങോട്ടേക്ക് വരുന്നു. ബീരാനെ കണ്ടപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി. ഇയാളെന്താ ഇവിടെ? തൻ്റെ ഇളയച്ചനായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ വന്നിരിക്കുന്നു. പെട്ടെന്ന് ശ്രുതി ബീരാനെ പോയി വിളിച്ച് ആ പുറയിലേക്ക് മാറ്റിക്കൊണ്ട് പോവാണ്. എന്താ നിങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ നല്ല ചോദ്യം. ശ്രുതി എന്താ ഇവിടെ? എൻ്റെ പെങ്ങടെ മോൻ്റെ കല്യാണം ഇവിടെ, അതാ ഞാൻ വന്നേ. പെങ്ങടെ മോനോ? ദൈവമേ, ദൈവത്തെ ഓർത്ത് ദേ ചേട്ടാ, എന്നെ ചതിക്കരുത്. നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോണം. മാറിപ്പോൻ എങ്ങോട്ട്? ദൈവമേ, എങ്ങാനും ഈ എൻ്റെ വീട്ടിലുള്ളവർക്ക് മുഖം കൊടുക്കരുത്. എൻ്റെ കാര്യം തീർന്നു. നിങ്ങൾ എങ്ങനെയും മാറിപ്പോ. ഞാൻ എങ്ങോട്ട് മാറിപ്പോനായിട്ടാ? ദേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ മോളാണ് ഇവിടെയുള്ളത്, കല്യാണ പെണ്ണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല.
എൻ്റെ വീട്ടുകാരും മുഴുവനുണ്ട്. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതി കാരണം അല്ല തന്നെ ഞാൻ കുറേ കിടന്ന് നക്ഷത്രം എണ്ണീട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ശ്രുതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കരുതെന്ന് പറഞ്ഞു. വീരാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല. ഒടുവിൽ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീരാൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം വീരാൻ്റെ അനുഗ്രഹം മേടിക്കണമല്ലോ, ചെക്കനും പെണ്ണും. അങ്ങനെ അനുഗ്രഹം മേടിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും വീരാൻ്റെ പെങ്ങൾ പറഞ്ഞു, അതെ ഇതാണ് എൻ്റെ ഒരേ ഒരു ആങ്ങളാന്ന് പറഞ്ഞു. കാലം തൊട്ട് അനുഗ്രഹം മേടിച്ചോളാൻ പറഞ്ഞു. ചെക്കനും പെണ്ണും ഒക്കെ ഇങ്ങനെ അനുഗ്രഹം മേടിക്കണം. ആ സമയത്താണ് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരിങ്ങനെ വന്നു നോക്കുമ്പോഴത്തേനും വീരൻ അപ്പം ഈ പെങ്ങൾ പറയുന്നത് കേട്ടു, എൻ്റെ ഒരു സഹോദരനാന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കേട്ട് ഇനിയിപ്പോൾ അവർക്കൊരു ഞെട്ടലുണ്ടായത്. ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ, ഇതെങ്ങനെ ഇങ്ങനെ ശരിയാകും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ശ്രുതിക്ക് എന്തായാലും പണി ഉറപ്പാ. ഇത്രയും നാളും കാണിച്ച കള്ളത്തരങ്ങളൊക്കെ സച്ചിയും രേവതിയും കൈയോടുകൂടി പിടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.